ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീ വിശാഖ് വി എൻ്റർടൈൻമെൻറ്റ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാം, എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ടൊയോറ്റ വാഹനങ്ങളെ കിടക്കുന്നതായിട്ട് കാണാം. ഇന്ന് നമ്മളുള്ളത് കൊല്ലം കൊട്ടിയത്തുള്ള ടൊയോറ്റ ഷോറൂമിലാണ് ഇന്ന് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ വരാനുള്ള ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫർ വീഡിയോ അപ്ഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് വന്നത്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ നമ്മൾ ഒരുവിധപ്പെട്ട എല്ലാ ബ്രാൻഡുകളുടെയും ഓഫർ വീഡിയോസ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഒരുവിധപ്പെട്ട ആൾക്കാരെല്ലാം വാഹനം വാങ്ങാം എന്ന് വിചാരിക്കുന്ന ഒരു മാസം തന്നെയാണ് ഈ ഒരു ഡിസംബർ മാസം. അതിന് കാരണം എന്താണ്? ഓഫേഴ്സ് അത്രത്തോളം നമുക്ക് വരുന്നുണ്ട്. മാത്രമല്ല എക്സ്ചേഞ്ച് ബോണസ് നല്ല രീതിയിൽ കിട്ടുന്നതായിരിക്കും. അത് മാത്രമല്ല അടുത്ത മാസത്തേക്ക് വരുന്ന സമയത്ത് എക്സ്ചേഞ്ച് ബോണ്ടുകൾ കൊടുക്കാൻ നിൽക്കുന്നവർക്ക് ആ ഒരു പ്രൈസിനകത്തൊരു വാല്യൂ കുറയുന്നതായിരിക്കും. അങ്ങനെ കുറേ കാരണങ്ങൾ വരുന്നുണ്ട് ഈ ഒരു ഡിസംബർ മാസത്തിൽ വാഹനം വാങ്ങുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഈ ടൊയോറ്റയുടെ ലൈനപ്പിൽ ഒരുപാട് വാഹനങ്ങൾ വരുന്നുണ്ട്. എന്താണ്, ഗ്ലാൻസ് കിടപ്പുണ്ട്, ടൊയോറ്റ ടൈസർ കിടപ്പുണ്ട്, റൂമിയോൺ കിടപ്പുണ്ട്, എല്ലാ വാഹനങ്ങളും നമുക്കിവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഓരോ വാഹനങ്ങളുടെയും ഓഫേഴ്സ് എത്രയാണെന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം. നമ്മുടെ സുഹൃത്തോടെ നിപ്പോണ്ട് നമുക്ക് ഓഫേഴ്സുകളൊക്കെ പറഞ്ഞു തരുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യത്തെ വാഹനം വരുന്നത് ഗ്ലാൻസ് എന്നതാണ് ഈ ഒരു ആദ്യത്തെ വാഹനം. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ സുഹൃത്തിലേക്ക് എല്ലാം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ടൊയോറ്റയുടെ ലൈനപ്പിൽ എൻട്രി ലെവലായിട്ട് വരുന്നത് ഈ കിടക്കുന്ന ഗ്ലാൻസ് എന്നതാണ് നമുക്ക് എൻട്രി ലെവലായിട്ട് വരുന്ന വാഹനം. അപ്പോൾ ഇതിൻ്റെ ഓഫേഴ്സ് എത്രയൊക്കെയാണ് നമ്മൾ ചോദിക്കാം. അപ്പോൾ ജുവാൻ നമ്മളോട് തന്നെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജുവാൻ ഇവിടെ സെയിൽസ് എക്സിക്യൂട്ടീവ് എന്താണ്? അതെ, ഞാൻ ഇവിടെ സെയിൽസ് എക്സിക്യൂട്ടീവ് ആണ്, വർക്ക് ചെയ്യുവാണ്. അപ്പോൾ നമുക്ക് ഈ ഗ്ലാൻസ് ഈ മാസം അത്യാവശ്യം നല്ല ഓഫേഴ്സ് കിടപ്പുണ്ടോ? ഒരുപാടുണ്ട്. പിന്നെ ഒരുപാട് ഓഫേഴ്സ് കിടപ്പുണ്ട്. നമുക്ക് ഗ്ലാൻസ് സ്റ്റാർട്ട് ചെയ്യുന്ന വേരിയന്റ് എന്ന് പറഞ്ഞാൽ ഈ വേരിയന്റ് ആണ്. അതിന്റെ എക്സ്ഷോറൂം പ്രൈസ് വരുന്നത് 686 പ്രൈസ് വരുന്നത്. അതായത് 6,86,000 രൂപയാണ് ഈ ഒരു ഗ്ലാൻസ് എന്ന വാഹനത്തിന്റെ ഏറ്റവും ബേസ് മോഡലിൽ എക്സ്ഷോറൂം പ്രൈസ് നമുക്ക് വരുന്നത്. അപ്പോൾ ഈ ഓഫീസ് എന്തൊക്കെ കിടപ്പുണ്ട് ഈ ഒരു വാഹനത്തിന്? ഓഫീസ് വരുമ്പോഴത്തേക്കും നമുക്ക് ഈ മാസം വരുന്നതെന്ന് പറഞ്ഞാൽ ക്യാഷ് ഓഫർ ആയിട്ട് നമുക്കൊരു 60,000 രൂപയുടെ ക്യാഷ് ഓഫർ ഉണ്ട്. അതെ. പിന്നെ നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം പഴയ ടൊയോട്ടയിൽ നിന്ന് പുതിയ ടൊയോട്ടയിലോട്ട് വരുവാണെങ്കിൽ 50,000 രൂപ എക്സ്ചേഞ്ച് ബോണസ് കിടപ്പുണ്ട്. അല്ലാതെ നമ്മൾ വേറൊരു ബ്രാൻഡിൽ നിന്ന് നമ്മൾ ടൊയോട്ടയിലോട്ട് വരുവാണെങ്കിൽ 30,000 രൂപ എക്സ്ചേഞ്ച് ബോണസും വരുന്നുണ്ട്. പിന്നെ നമുക്ക് എക്സ്റ്റൻഡ് വാറണ്ടി ഫ്രീ ആണ്. അത് വരുമ്പോഴത്തേക്ക് ഒരു 5 വർഷം 1,00,000 കിലോമീറ്റർ വരെയുള്ള എക്സ്റ്റൻഡ് വാറണ്ടി ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്. അതായത് ക്യാഷ് ഓഫർ മാത്രം ഏകദേശം 60,000 കിടപ്പുണ്ട്. ഒരു ടൊയോറ്റ വാഹനമാണ് എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല എക്സ്ചേഞ്ച് ബോണസ് ഉണ്ട്. 50,000 രൂപ എക്സ്ചേഞ്ച് ബോണസ് വരുന്നത്. മറ്റൊരു ബ്രാൻഡിനാണെങ്കിൽ എത്ര വരുന്നത്? 30,000 രൂപ എക്സ്ചേഞ്ച് ബോണസ് വരുന്നുണ്ട്. പിന്നെ ഫ്രീ ആയിട്ടുള്ള എന്താണ്? നമുക്ക് എക്സ്റ്റൻഡ് വാറണ്ടി ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. വേറെ ആക്സസറീസ് പാക്കേജ് അങ്ങനെ എന്തെങ്കിലും കൊടുക്കുന്നുണ്ട്? ആക്സസറീസ് പാക്കേജ് നമുക്ക് അതൊരു ഓപ്ഷൻ ആയിട്ടുണ്ട്. ഓപ്ഷൻ ആയിട്ട് കിടപ്പുണ്ട്. എക്സ്ചേഞ്ച് ഇല്ലാത്ത ഒരാൾക്ക് നമുക്ക് അത് ആക്സസറീസ് പാക്കേജ് നമുക്ക് ഓപ്ഷൻ ആയിട്ട് കൊടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ കോർപ്പറേറ്റ് ഓഫർ അങ്ങനെ എന്തെങ്കിലും കിടപ്പുണ്ടോ? കോർപ്പറേറ്റ് ഓഫർ ആയിട്ട് ഒരു 10,000 രൂപ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഗ്ലാൻസൊക്കെ അപ്പോൾ നല്ല രീതിയിലുള്ള ഓഫേഴ്സ് നമുക്ക് ഈ ഒരു മാസം നമുക്ക് അവൈലബിൾ ആണ് അല്ലേ? ഏകദേശം ഒരു 60,000 രൂപ ക്യാഷ് ഓഫർ മാത്രം ഗ്ലാൻസൊക്കെ വരുന്നുണ്ട്. 686 അല്ലേ? 686 നമുക്ക് സ്റ്റാർട്ടിംഗ് വേരിയന്റ് പ്രൈസ് എക്സ്ഷോറൂം പ്രൈസ് നമുക്ക് വരുന്നത്. അടുത്ത വാഹനം നമുക്ക് കിടക്കുന്നത് അൻപത് ടൈസർ എന്നതാണ് നമ്മുടെ അടുത്ത വാഹനം. അപ്പോൾ എനിക്ക് കുറച്ച് നാളായിട്ടുള്ള ഈ ഒരു വാഹനം ലോഞ്ച് ആയിട്ട് 8 മാസം ആയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് എനിക്ക് 2 എഞ്ചിൻ ഓപ്ഷൻ ഉണ്ട്. 1.2 വരുന്നുണ്ട്, 1 ലിറ്റർ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്ന ഏത് വേരിയന്റ് ആണ്? ഏറ്റവും കൂടുതൽ നമുക്ക് പോകുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ 1.2 ലിറ്റർ ആണ്. 2 ലിറ്റർ തന്നെയാണ്. അതാകുമ്പോഴത്തേക്കും അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ. നമുക്ക് 1 ലിറ്റർ ആകുമ്പോഴത്തേക്കും നമുക്കൊരു ടർബോ വേരിയന്റും കൂടെ വരുന്നുണ്ട്. പവർ കൂടുതൽ. നോർമലി എല്ലാവരും യൂസ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ യൂത്ത് ആയിട്ടുള്ള പിള്ളേരാണ് കൂടുതലും 1 ലിറ്ററിലേക്ക് പോകുന്നത്. കൂടുതലും നമുക്ക് എൻക്വയറീസ് ഒക്കെ ഉള്ളത് 1.2 മൈലേജ് നമുക്ക് കൂടുതൽ കിട്ടുന്നത് 1.2 തന്നെ ആയിരിക്കും. അപ്പോൾ ഓഫറൊക്കെ എങ്ങനെ വരുന്നുണ്ട്? ഓഫർ വരുമ്പോഴത്തേക്കും നമുക്ക് ഈ വണ്ടിക്ക് ടൈസറിന് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാഷ് ഓഫർ ആയിട്ട് 40,000 രൂപ ക്യാഷ് ഓഫർ വരുന്നുണ്ട്. പിന്നെ നമുക്ക് പഴയ ടൊയോട്ടയിൽ നിന്ന് പുതിയ ടൊയോട്ടയിലോട്ട് വരുമ്പോഴാണെങ്കിൽ നമുക്ക് 50,000 രൂപ എക്സ്ചേഞ്ച് ബോണസ്. അതായത് ഒരു ടൊയോറ്റ വാഹനം തന്നെ എക്സ്ചേഞ്ച് ചെയ്താൽ 50,000 രൂപ എക്സ്ചേഞ്ച്. അതൊരു ടൊയോറ്റ വാഹനം അല്ലെങ്കിലും മറ്റൊരു ബ്രാൻഡിന്റെ ആണെങ്കിലോ? മറ്റൊരു ബ്രാൻഡ് ആണെങ്കിൽ നമുക്ക് 40,000 രൂപ എക്സ്ചേഞ്ച് ബോണസ്. ഒരു 10 രൂപ വ്യത്യാസം വരുന്നുള്ളൂ, അത്രേ ഉള്ളൂ. ഒരു കോർപ്പറേറ്റ് ഓഫർ എല്ലാം വരുന്നുണ്ടോ? കോർപ്പറേറ്റ് ഓഫർ നമുക്ക് ഒരു 10,000 രൂപ കോർപ്പറേറ്റ് ഓഫർ നമുക്ക് വരുന്നുണ്ട്. പിന്നെ എക്സ്റ്റൻഡ് വാറണ്ടി ഫ്രീ ആണ്. എക്സ്റ്റൻഡ് വാറണ്ടി ഫ്രീ ആണ്. ഓക്കെ. പിന്നെ വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ സർവീസ് പാക്കേജ് ഉണ്ട്, സ്മൈൽസ് എന്ന് പറയും. അത് സർവീസ് പാക്കേജ് നമുക്ക് 3 വർഷം അല്ലെങ്കിൽ 30,000 കിലോമീറ്റർ വരെയുള്ള പീരിയോഡിക് സർവീസിന്റെ പാർട്സിന്റെയും ലേബർ കോസ്റ്റും കൂടെ ഉൾപ്പെടുത്തിയുള്ള ഇത് നമുക്ക് ഫ്രീ ആയിരിക്കും. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഓഫർ ടൈസറിന് കിടപ്പുണ്ട്. അപ്പോൾ പ്രൈസ് ഒക്കെ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത്? പ്രൈസ് വരുമ്പോഴത്തേക്ക് നമുക്കൊരു 7,73,000 തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അത്രയാണ് ടൈസറിന്റെ ഓഫർ. അപ്പോൾ നല്ലൊരു ഓഫർ ടൈസറിന് അവൈലബിൾ ആണ്. നമുക്ക് അടുത്ത് കിടക്കുന്നത് അർബൻ ക്രൂസർ ഹൈ റൈഡർ ആണ്. എനിക്ക് ഇതിനകത്ത് പ്യൂർ ഹൈബ്രിഡും വരുന്നുണ്ട്. എനിക്ക് ഏകദേശം 27 മൈലേജ് കണ്ട് അതിന് പറയുന്നുണ്ടെന്ന് തോന്നുന്നു. നോൺ ഹൈബ്രിഡ് ആണെന്നുകൊണ്ട് എത്ര മൈലേജ് പറയുന്നത്? നോൺ ഹൈബ്രിഡ് ആണെങ്കിൽ നമുക്കൊരു 18 തൊട്ട് 20 വരെ ആ റേഞ്ചിൽ എന്തായാലും നമുക്ക് മൈലേജ് കിട്ടും. ഓക്കെ. ഈ ഒരു 27 പറഞ്ഞ ഈ ഒരു വണ്ടിക്ക് എത്ര കിട്ടുന്നുണ്ട്? പ്യൂർ ഹൈബ്രിഡ് ആണ്. കസ്റ്റമർക്ക് എത്ര കിട്ടുന്നുണ്ട്? ഒപ്പീനിയൻ കസ്റ്റമർ നമുക്ക് എന്തായാലും 25 കുറയാതെ കിട്ടുന്നുണ്ട്. ഓക്കെ, ഉറപ്പായിട്ടും കിട്ടുന്നുണ്ട്. ഇപ്പോൾ 2 വേരിയൻസ് ഉണ്ട്. അതായത് 2 വേരിയൻസ് എന്ന് വെച്ചാൽ പ്യൂർ ഹൈബ്രിഡ് ഉണ്ട്, നോൺ ഹൈബ്രിഡ് ഉണ്ട്. അപ്പോൾ അതിന്റെ ഓഫേഴ്സ് ഒക്കെ രണ്ടിനും 2 രീതിയിലാണോ? 2 രീതിയിൽ തന്നെയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഓഫർ വരുന്നത് എനിക്ക് പ്യൂർ ഹൈബ്രിഡ് ആയിരിക്കും അല്ലേ? അപ്പോൾ അതിന് എത്ര വരുന്നുണ്ട് ഓഫർ? അതിന് വരുമ്പോഴത്തേക്ക് നമുക്ക് ക്യാഷ് ഓഫർ ആയിട്ട് തന്നെ നമുക്ക് 40,000 രൂപ ക്യാഷ് ഓഫർ കിടപ്പുണ്ട്. എക്സ്ചേഞ്ച് ബോണസ് ആണെങ്കിലോ? എക്സ്ചേഞ്ച് ബോണസ് ആണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ടൊയോട്ട ടു ടൊയോട്ട ആണെങ്കിൽ 50,000 രൂപയും, ടൊയോട്ട ആണെങ്കിൽ
നോൺ ടൊയോട്ട ടു ടൊയോറ്റ ആണെങ്കിൽ 30,000 രൂപ. അതായത് ടൊയോറ്റ വാഹനം തന്നെ എക്സ്ചേഞ്ച് ചെയ്താൽ 50,000 രൂപയും നോൺ ടൊയോറ്റ വാഹനമാണെങ്കിൽ 30,000 രൂപ എക്സ്ചേഞ്ച് ബോണസ് വരുന്നത്. കോർപ്പറേറ്റ് ഓഫർ വല്ലതും കിടപ്പുണ്ടോ? കോർപ്പറേറ്റ് ഓഫർ നമുക്ക് അതിനും ഉണ്ട് 10,000 രൂപ കോർപ്പറേറ്റ് ഓഫർ നമുക്ക് അവൈലബിൾ ആണ്. ഇനിയിപ്പം ഈ പ്യൂർ ഹൈബ്രിഡ് അല്ല, ഈ ഒരു ടോപ്പ് എൻഡ് അല്ല, ഒരു മിഡ് വേരിയന്റ് ഒക്കെ ആണെങ്കിൽ എങ്ങനെ ഓഫേഴ്സ് വരുന്നത്? മിഡ് വേരിയന്റ് വരുമ്പോഴത്തേക്കും നമുക്ക് വരുന്നത് പറഞ്ഞാൽ ക്യാഷ് ഓഫർ ആയിട്ട് 30,000 രൂപയാണ്. 30,000 രൂപ ഇട്ടേക്കുന്നത്. അപ്പോൾ എക്സ്ചേഞ്ച് ബോണസ് ആയിട്ട് ഇപ്പോൾ ടൊയോറ്റ വാഹനം തന്നെ എക്സ്ചേഞ്ച് ചെയ്താലോ? സെയിം തന്നെ 50,000 രൂപ. 50,000 രൂപ. നോൺ ടൊയോട്ട ആണെങ്കിൽ 30,000 രൂപ. കോർപ്പറേറ്റ് ഓഫർ ആണെങ്കിലോ? സെയിം തന്നെ 10,000 രൂപ കോർപ്പറേറ്റ് ഓഫർ. അതിനകത്ത് നമുക്ക് ഈ രണ്ട് വണ്ടിക്കും സർവീസ് പാക്കേജും ഉണ്ട്, എക്സ്റ്റൻഡ് വാറണ്ടിയും ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മാസം അത്രയും നമുക്ക് ഓഫീസ് കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. ഒരു പ്രൈസ് ഒക്കെ എത്ര സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു വണ്ടിക്ക്? പ്രൈസ് വരുമ്പോഴത്തേക്കും നമുക്ക് 11 ആ റേഞ്ചിലൊക്കെയാണ് റേഞ്ചിലാണ് എക്സ് ഷോറൂം. എനിക്ക് ഓൺ റോഡൊക്കെ വരുമ്പോൾ ഒരു 14 വരാൻ സാധ്യതയുണ്ട്. ഓക്കെ. അപ്പോൾ അത്രയുമാണ് ഈ ഒരു വാഹനത്തിന്റെ ഓഫേഴ്സ്. നമുക്ക് അടുത്ത കിടക്കുന്നത് റൂമിയോണാണ്. ഇതൊരു 7 സീറ്റർ വാഹനമാണ്. അതായത് നമുക്ക് ഇന്നോവയൊക്കെ എടുക്കാൻ ഒരു ബഡ്ജറ്റ് ഇല്ലാത്ത ഒരു കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വാഹനത്തിലേക്ക് വരാവുന്നതാണ്. ഇപ്പോൾ ടോട്ടൽ സർവീസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതിന്റെ പ്രൈസ് ഒക്കെ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്? ഏറ്റവും ബേസ് മോഡൽ ഇതിന്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊരു 10,44 എക്സ് ഷോറൂം പ്രൈസ്. അപ്പോൾ എനിക്ക് ഓൺ റോഡൊക്കെ വരുമ്പോഴത്തേക്ക് ഒരു 1290 1295 ആ റേഞ്ചിലൊക്കെ വരാനായിട്ട് സാധ്യതയുണ്ട്. ഓക്കെ, അതാണ് ഇതിന്റെ ഒരു പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ഒരു ബഡ്ജറ്റിൽ ഒരു 7 സീറ്റർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു റൂമിയോ എന്ന വാഹനം നിങ്ങൾക്ക് പരിഗണിക്കാവുന്നതാണ്. ഓഫേഴ്സ് വരുന്നുണ്ടാവല്ലോ? ഓഫേഴ്സ് വരുന്നുണ്ട്. നമുക്ക് ഇതിന്റെ ക്യാഷ് ഓഫർ വരുമ്പോഴത്തേക്കും 30,000 ആണ് ക്യാഷ് ഓഫർ. 30,000 കിടപ്പുണ്ട്. ഓക്കെ. എക്സ്ചേഞ്ച് ബോണസ് ടൊയോട്ട ടു ടൊയോട്ട ആണെങ്കിൽ നമുക്കത് 50,000 രൂപ. 50,000 രൂപ. നോൺ ടൊയോട്ട ആണെങ്കിൽ 30,000 രൂപ. 50,000 50-30 ആണ് എക്സ്ചേഞ്ച് ബോണസ് ആയിട്ട് കിടക്കുന്നത്. പിന്നെ കോർപ്പറേറ്റ് ഓഫർ അങ്ങനെ എന്തെങ്കിലും വരുന്നുണ്ടോ? കോർപ്പറേറ്റ് ഓഫർ വരുന്നില്ല. നമുക്ക് ഇതിന് പിന്നീട് വരുന്ന ഓഫർ എന്ന് പറഞ്ഞാൽ എക്സ്റ്റൻഡ് വാറണ്ടി നമുക്കൊരു ഓഫറായിട്ട് വരുന്നത്. ഓഫറായിട്ട് എക്സ്റ്റൻഡ് വാറണ്ടി ഇട്ടിട്ടുണ്ട്. സർവീസ് പാക്കേജ് എന്തെങ്കിലും ഇട്ടിട്ടുണ്ടോ? സർവീസ് പാക്കേജോ കാര്യങ്ങളൊന്നും നിങ്ങൾ ഇട്ടിട്ടില്ല. അപ്പോൾ അത്യാവശ്യം ഓഫർ നമുക്ക് ഈ ഒരു 7 സീറ്റർ വാഹനത്തിന് കിടപ്പുണ്ട്. ഇപ്പോൾ ടൊയോറ്റയുടെ ഒരു വാഹനം തന്നെ എക്സ്ചേഞ്ച് ചെയ്താൽ 50,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസും നൽകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നല്ലൊരു ഡീൽ തന്നെയാണ്. അപ്പോൾ ഓഫീസും കിടപ്പുണ്ട്. അപ്പോൾ ഒരു 7 സീറ്റർ ഒരു ബഡ്ജറ്റിൽ ഒതുങ്ങിയ ഒരു 7 സീറ്റർ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റൂമിലേക്ക് വരാവുന്നതാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അടുത്തുള്ളത് ഇന്നോവ ക്രിസ്റ്റയാണ് നമുക്ക് കിടക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഒരു സമയത്ത് എങ്ങനെയാണ് പ്രൈസ് ഒക്കെ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് പറഞ്ഞാൽ നമുക്ക് എക്സ്ഷോറൂം പ്രൈസ് വരുമ്പോഴത്തേക്ക് ഒരു 19 ആ റേഞ്ചിലേക്കാണ് എക്സ്ഷോറൂം പ്രൈസ്. അപ്പോൾ ഓൺ റോഡ് വരുമ്പോഴത്തേക്ക് ഒരു 25 വരും. 25 റേഞ്ചിലൊക്കെ ഓൺ റോഡ് വരുന്നുണ്ട്. അപ്പോൾ ഇതിന് ഓഫേഴ്സ് കിടപ്പുണ്ടോ? പിന്നെ നമുക്ക് ക്രിസ്റ്റയ്ക്ക് വരുമ്പോഴത്തേക്ക് 30,000 രൂപ ക്യാഷ് ഓഫർ, 50,000 രൂപ എക്സ്ചേഞ്ച് അല്ലെങ്കിൽ ലോയൽറ്റി ആയിട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കിപ്പം ടൊയോട്ടയുടെ വണ്ടി ലോയൽറ്റി എന്ന് വെച്ചാൽ വേറെണ്ണം കിടപ്പുണ്ട്. അങ്ങനെ ആണെങ്കിൽ ആ ഒരു കസ്റ്റമർക്ക് ലോയൽറ്റി നിങ്ങൾ കൊടുക്കുന്നുണ്ട്. 50,000 രൂപ വരുന്നുണ്ട് എക്സ്ചേഞ്ച് ചെയ്തില്ലെങ്കിൽ ഒരു 25 റേഞ്ചിൽ ഓൺ റോഡ് വരുന്നൊരു വാഹനമാണ്. വേറെ എന്തെങ്കിലും ഓഫർ ഉണ്ടോ? കോർപ്പറേറ്റ് ഓഫർ നമുക്ക് അതിനകത്ത് വരുന്നത് TGA പാക്കേജ്, ആക്സസറീസ് പാക്കേജ് ഉണ്ട്. ഓക്കെ, 20,000 രൂപ നമുക്ക് ഓഫർ ഉണ്ട്. അതായത് 20,000 അക്സസറീസ് നിങ്ങൾ അത് ഏതെടുത്താലും എന്ന് വെച്ചാൽ നമുക്ക് അതിനകത്ത് ലിസ്റ്റ് ചെയ്തിട്ടില്ല, അല്ലാതെ 20,000 രൂപ അകത്തുള്ള എന്ത് അക്സസറീസ് ആണെങ്കിലും നമുക്ക് എടുക്കാം. ഓക്കെ, അത് നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പോൾ എനിക്ക് ഇതിനകത്ത് ഓട്ടോമാറ്റിക് വരുന്നുണ്ടോ? ഇല്ലല്ലോ. ഇല്ല, മാനുവൽ മാത്രമേ ഉള്ളൂ. ഡീസൽ മാത്രമേ ഉള്ളൂ. ഡീസൽ മാനുവൽ മാത്രമാണ് ഈ ഒരു വണ്ടിയിൽ വരുന്നത്. അപ്പം ഓഫേഴ്സ് നമുക്ക് അത്യാവശ്യം കിടപ്പുണ്ട്. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് GX വേരിയന്റിന് ഓഫേഴ്സ് വരുന്നില്ല. VX-ഉം ZX-നും മാത്രമേ ഓഫേഴ്സ് ക്രിസ്റ്റയുടെ വരുന്നത്. ഓക്കെ, രണ്ട് വേരിയന്റ്. ഇനിയിപ്പോൾ നമുക്ക് ഹൈക്രോസ് വരുന്നുണ്ട്, ഇന്നോവ ഹൈക്രോസ് വരുന്നുണ്ട്. അതിന്റെ ഒരു പ്രൈസ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓൺ റോഡ്? അതും ഏകദേശം നമ്മുടെ ഈ ക്രിസ്റ്റയുടെ ബേസ് വേരിയന്റ് സെയിം തന്നെ. അതൊരു 25 റേഞ്ച് തന്നെയാണ് ഓൺ റോഡ് പ്രൈസ്. പെട്രോൾ അത് പെട്രോളിൽ മാത്രമേ ഉള്ളൂ. ഓക്കെ, അതുകൊണ്ടാണ്. അതല്ലാതെ പെട്രോൾ ഹൈബ്രിഡും ഉണ്ട്. പെട്രോൾ ഹൈബ്രിഡും വരുന്നുണ്ട്. ഹൈബ്രിഡും അതിനകത്ത് വരുന്നുണ്ട്. അത് വരുമ്പോഴത്തേക്ക് ഒരു 34 റേഞ്ച് റേഞ്ചിലാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട്. അതായത് ഈ ഒരു ക്രിസ്റ്റയുടെ ഈ ഒരു ഇന്നോവ ക്രിസ്റ്റയ്ക്കും അതുപോലെ ഹൈക്രോസിനും ഏറ്റവും ബേസ് മോഡൽ ഏകദേശം സെയിം പ്രൈസ് റേഞ്ച് തന്നെയാണ് വരുന്നത്. ഇതിനകത്ത് ഡീസലുണ്ട്, മറ്റേനകത്ത് പോയി കഴിഞ്ഞാൽ പെട്രോൾ ആയിരിക്കും നമുക്ക് വരുന്നത്. ആ ഒരു വാഹനത്തിൽ ഓഫർ വല്ലതും വരുന്നുണ്ട്? ഹൈക്രോസിന് നമുക്ക് ഓഫേഴ്സും കാര്യങ്ങളും ഒന്നും തന്നെ നമുക്ക് അവൈലബിൾ അല്ല അല്ലേ? ഓക്കെ. അപ്പോൾ അടുത്ത കിടക്കുന്നത് ഫോർച്യൂണറാണ്. അപ്പോൾ എനിക്ക് നമുക്ക് അത്യാവശ്യം ഈ ഹോട്ട് സെല്ലിംഗ് ആയിട്ട് വരുന്ന വാഹനങ്ങൾക്ക് ഓഫർ കൊടുക്കാറില്ല. അപ്പോൾ ഫോർച്യൂണർ ഓഫർ വല്ലതും കിടപ്പുണ്ടോ? ഓഫർ ഉണ്ട്. ഓക്കെ, എത്ര വരുന്നുണ്ട്? നമുക്കത് ഏകദേശം 90,000 രൂപ വരുന്നുള്ള ബെനിഫിറ്റ്സ് വരുന്നുണ്ട്. അതെങ്ങനെയാണ് നമുക്ക് എക്സ്ചേഞ്ച് ബോണസ് ക്യാഷ് ഓഫർ അങ്ങനെ? നമുക്ക് വരുന്നത് ക്യാഷ് ഓഫർ ആയിട്ട് 40,000 രൂപയുണ്ട്. 40,000 വരുന്നുണ്ട്. പിന്നെ നമുക്ക് ലോയൽറ്റി ആയിട്ട് 50,000 രൂപ. ലോയൽറ്റി ആയിട്ട് 50,000 രൂപ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അത് നല്ലൊരു കാര്യം തന്നെയാണ്. അതായത് ഇപ്പോൾ ഒരു വാഹനം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് 50,000 രൂപയുടെ ആനുകൂല്യം കിട്ടും. അതായത് ടൊയോറ്റ വാഹനമാണ് നിങ്ങളുടെ വീട്ടിൽ വേണം, അല്ല മാരുതിയുടെ വാഹനം ഏതെങ്കിലും ഉണ്ടായിട്ട് ലോയൽറ്റി കിട്ടത്തില്ല. ടൊയോറ്റ വാഹനം തന്നെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു റേഞ്ചിൽ ലോയൽറ്റി ഓഫർ കൂടി നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമുക്ക് എനിക്കൊന്ന് അത്യാവശ്യം ഹോട്ട് സെല്ലിംഗ് തന്നെയാണ്. ഇപ്പോൾ കോമ്പറ്റീറ്റർ ഒന്നും അങ്ങനെ വരുന്നില്ല. ഇപ്പോൾ ഈ ഒരു സെഗ്മെന്റിൽ അജയനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ പ്രൈസ് ഒക്കെ എന്താ വരുന്നുണ്ട്? പ്രൈസ് വരുമ്പോഴത്തേക്ക് നമുക്ക് 38 ലക്ഷം തൊട്ട് സ്റ്റാർട്ടിംഗ് ചെയ്യും. എക്സ്ഷോറൂം പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 38 ലക്ഷം പോലെ. എനിക്ക് ലെജൻഡർ എന്ന് പറഞ്ഞൊരു വേരിയന്റ് കൂടി വരുന്നത്. അതിനൊക്കെ എന്താ വരുമായിരിക്കും പ്രൈസ് ഒക്കെ? എക്സ്ഷോറൂം വരും അത്യാവശ്യം പ്രൈസ് റേഞ്ച് വരുന്നുണ്ട്. ഓൺ റോഡ് വരുന്നുണ്ട് ആ റേഞ്ചിലൊക്കെ ഓൺ റോഡ് പ്രൈസ്. അപ്പോൾ 38 മുതൽ നമുക്ക് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത്രയുമാണ് ഫോർച്യൂണറിന്റെ ഓഫർ. ഇനിയിപ്പോൾ നമുക്കൊന്ന് 2 വാഹനം കൂടെ നമുക്ക് വരുന്നത്. ഇപ്പം ക്യാമറയുടെ ഒരു
പിന്നെ ന്യൂ വാഹനം ഇപ്പം ലോഞ്ച് ആയതേ ഉള്ളൂ. അതിനെന്തെങ്കിലും ഓഫേഴ്സ് വല്ലതും വരുന്നുണ്ടോ? പുതിയതിന്റെ നമുക്കൊന്നും വന്നിട്ടില്ല, പ്രൈസ് പോലും വന്നിട്ടില്ല. ഓക്കെ ഓക്കെ. പിന്നെ വരുന്നത് ഹൈലക്സ് എന്നൊരു മോഡൽ കൂടി വരുന്നുണ്ട്. അതിനെന്തെങ്കിലും ഓഫേഴ്സ് വല്ലതും ഇട്ടിട്ടുണ്ടോ? അതിന് നമുക്ക് ഓഫേഴ്സ് ഉണ്ട്. ഓഫേഴ്സ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. അതിന്റെ ഒരു എൻക്വയറീസും കാര്യങ്ങളൊക്കെ എങ്ങനെ വരുന്നുണ്ട് ഹൈലക്സിന്? അത് അത്യാവശ്യം നമുക്ക് എൻക്വയറി വരുന്നുണ്ട്. അത് ഏത് ടൈപ്പ് ആൾക്കാർ അത് ചൂസ് ചെയ്യുന്നത് കൂടുതലും? ഒരു ലൈഫ് സ്റ്റൈൽ പിക്കപ്പ് ആണ് അത്. അതെ അതെ. കൂടുതലും ചെറുപ്പക്കാരാണോ ചൂസ് ചെയ്യുന്നത്? നോർമലി ചെറുപ്പക്കാരാണ് അത് കൂടുതലും ചൂസ് ചെയ്യുന്നത്. കുറച്ചും കൂടെ മോഡിഫൈ ഒക്കെ കൊണ്ട് നടക്കാം. എനിക്കൊന്ന് ഞാൻ കുറെ വീഡിയോസ് ഒക്കെ കണ്ടാൽ ഈ നമ്മുടെ ഷോറൂമിൽ തന്നെ അത് മോഡിഫൈ ചെയ്തൊക്കെ നമുക്ക് ഇവിടെ അത് അവൈലബിൾ ആണ്. നമുക്ക് അങ്ങനെ മോഡിഫൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ. അപ്പോൾ അതിനെന്തോ ഓഫർ വരുന്നുണ്ട്? ഹൈലക്സ് ആണെങ്കിൽ എന്തോ ഇട്ടിട്ടുണ്ട്? അതിന് വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു 80,000 രൂപ ഓഫേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. അത് ഈ പറഞ്ഞ പോലെ തന്നെ ക്യാഷ് ഓഫറും അതേപോലെ തന്നെ ലോയൽറ്റി വരും. നമുക്ക് ക്യാഷ് ഓഫർ തന്നെ 80,000. ക്യാഷ് ഓഫർ തന്നെ 80,000 രൂപ കിടപ്പുണ്ട് ആ ഒരു വാഹനത്തിന്. ഓക്കെ. അത് അത്യാവശ്യം പ്രൈസ് വരുമായിരിക്കും അല്ലേ? നമുക്കതൊരു ഫോർച്യൂണറിന്റെ ഒരു പ്രൈസ് വരും. ആ ഒരു പ്രൈസ് തന്നെ വരുന്ന ഒരു വാഹനം തന്നെയാണത്. അപ്പോൾ നമ്മൾ അത്യാവശ്യം വാഹനങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചു. അത്യാവശ്യം ഓഫറും നമുക്ക് കിടപ്പുണ്ട്. ഇപ്പോൾ ഗ്ലാൻസൊക്കെ ആയാലും അല്ലെങ്കിൽ ടൈസറിനായാലും റൂമിയോനായാലും എല്ലാത്തിനും നമുക്ക് ഓഫേഴ്സ് നമുക്ക് കിടപ്പുണ്ട്. എന്ത് പറയുന്നത് ഈ ഫോർച്യൂണറിന് പോലും ഓഫേഴ്സ് നമുക്ക് കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ താഴെ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും ഡീറ്റെയിൽസ് കാര്യങ്ങളുണ്ടെങ്കിൽ താഴെ കാണിച്ചിട്ടുള്ള ആ ഒരു നമ്പറിൽ വിളിച്ചാൽ മതിയാവും. കൊല്ലത്താണ് നമ്മുടെ സ്ഥലം വരുന്നത്. കൊല്ലം ഷോറൂമിലാണ് നമ്മൾ നിൽക്കുന്നത്. കൊട്ടിയം ആ ഒരു ഭാഗത്തായിട്ടാണ് ഈ ഒരു ഷോറൂം സ്ഥിതി ചെയ്യുന്നത്. കൂടുതലായി താഴത്തെ നമ്പറിൽ വിളിക്കുക. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ ഇതേപോലെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം വരാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.